പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 4 ഇയർ ഡിഗ്രി വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ MDC പേപ്പർ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ഡീറ്റെയിൽ എക്കോണമി, അതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 മാർക്സിന്റെ മൊഡ്യൂൾ 4 പോളിസി ആൻഡ് സോഷ്യൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഡീറ്റെയിൽ എക്കോണമി. ഫസ്റ്റ്, ഡിജിറ്റൽ ഡിവൈഡ്. The digital divide refers to the gap between individual or community who have access to digital technology, those who do not. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആളുകൾ തമ്മിൽ ഈ ഡിജിറ്റൽ ടെക്നോളജി ആക്സസ് ചെയ്യുന്നതിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവാം. കുറെ ആളുകൾക്ക് അതിന്റെ സൗകര്യങ്ങൾ കിട്ടും, കുറെ ആളുകൾക്ക് ഇല്ലാതിരിക്കും. അപ്പൊ നമ്മൾ പറയാ റിച്ചും പൂറും നമ്മളെ ഗ്യാപ്പ്. അതുപോലെ തന്നെ ഇതിൽ ഡിജിറ്റൽ ടെക്നോളജി എന്ത് ചെയ്യാണ് ആക്സസ് ഇല്ലാത്ത അവസ്ഥ ഇൻഡിവിജ്വൽ കമ്മ്യൂണി ആളുകൾക്ക്, ചില ആളുകൾക്ക് ഉണ്ടാവും, ചില ആളുകൾക്ക് ഉണ്ടാവും. അതിന് ആ ഗ്യാപ്പിനാണ്, ഉള്ളവനും ഇല്ലാത്തവനും നമ്മളെ ഗ്യാപ്പിനാണ് എന്താ പറയുക ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് അഫക്ട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ. ഇതില്ലാത്തവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിനെ അഫക്ട് ചെയ്യും, എംപ്ലോയ്മെന്റിനെ അഫക്ട് ചെയ്യും, ആൻഡ് ആക്സസ് ടു എസെൻഷ്യൽ സർവീസസ്. നമ്മൾ അറിയാം, നമ്മുടെ നാട്ടിൽ പല ഏരിയകളും ഈ ഡിജിറ്റൽ കാര്യങ്ങൾ അറിയാത്ത ഏരിയകളിലാവും. പ്രത്യേകിച്ച് ഈ നമ്മൾ പറയുന്ന ആദിവാസികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. നമുക്കൊക്കെ ഈ സൗകര്യങ്ങൾ കിട്ടും, അവർക്ക് കിട്ടുന്നില്ല. ഓക്കെ. Digital inequality. Digital inequality is the unequal distribution of access to technology, internet and digital skills across different social and economic group. Different social economic ഗ്രൂപ്പുകൾക്കിടയിൽ ടെക്നോളജിയുടെ ആക്സസ്, ഇന്റർനെറ്റിന്റെ ആക്സസ്, ഡിജിറ്റൽ സ്കില്ലിന്റെ ആക്സസ് അൺഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിനെ ഡിജിറ്റൽ ഇനീക്വാലിറ്റി എന്ന് പറയാം. ഇവർ തമ്മിലൊരു ഇനീക്വാലിറ്റി ഉണ്ടായിരിക്കാം. ഓക്കെ, ടെക്നോളജി എനിക്ക് കിട്ടുന്നു വേറൊരാൾക്ക്, അവിടെ ഒരു ഇനീക്വാലിറ്റി ഉണ്ട്. ഇന്റർനെറ്റ് എനിക്ക് കിട്ടുന്നു വേറൊരാൾക്ക് കിട്ടുന്നു. ഇറ്റ് ഡീപ്പെൻഡ്സ് എക്സിസ്റ്റിംഗ് സൊസൈറ്റീസ് ഡിസ്പാരിറ്റീസ്. ഇത് നിലനിൽക്കുന്ന സൊസൈറ്റിയിലെ ഡിസ്പാരിറ്റി ഒന്നുകൂടി വർദ്ധിക്കും, പർട്ടിക്കുലർലി ഇൻ എഡ്യൂക്കേഷൻ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ യൂസസ് ടെക്നോളജി ടു പെർഫോം ടാസ്ക് വിത്ത് മിനിമൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ, ഇംപ്രൂവിംഗ് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാണ്. ഇതെന്ത് ചെയ്യാണ്, ഹ്യൂമന്റെ ഇന്റർവെൻഷൻ കുറക്കുന്നുണ്ട്, ഇംപ്രൂവിംഗ് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് മാനുഫാക്ചറിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് ഈവൻ സർവീസ് ഇൻഡസ്ട്രി. ഓക്കെ. Job displacement. Job displacement occur when workers lost their job due to change in technology such as automation, AI system. പുതിയ ടെക്നോളജി വരുന്നതിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ജോലി എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് നമ്മൾ ജോലി നഷ്ടപ്പെടുന്നതിനെ ജോബ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ദിസ് ക്രിയേറ്റ്സ് എ നീഡ് ഫോർ റീസ്കില്ലിംഗ്. ഇത് എന്ത് ചെയ്യാണ്, ഇപ്പൊ നിലവിലുള്ള ആൾക്കാർക്ക് റീസ്കില്ലിംഗിന്റെ ആവശ്യമുണ്ട്. ആൻഡ് ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എമർജിംഗ് സെക്ടേഴ്സ്. ഓക്കെ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റെഫേഴ്സ് to creation of the mind created like invention, design, music, software that are legally protected. ഞാൻ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു എൻ്റെ മൈൻഡ് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, അത് നമ്മൾ ഇൻവെൻഷൻ ചെയ്തു, ഡിസൈൻ ചെയ്തു, മ്യൂസിക്, സോഫ്റ്റ്വെയറുകൾ ദാറ്റ് ആർ ലീഗലി പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ ആ സാധനം എനിക്ക് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ, എനിക്ക് മാത്രമേ അത് സെല് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ഇന്റലക്ച്വൽ. ഇറ്റ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ്സ് benefit from their innovation and prevent unauthorized uses. Unauthorized use ചെയ്യുന്നതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ആന്റി ട്രസ്റ്റ് ലെജിസ്ലേഷൻ. ആന്റി ട്രസ്റ്റ് ലെജിസ്ലേഷൻ is a set of law aimed at preventing monopolies and promoting competition in marketplace. മാർക്കറ്റ് പ്ലേസിലുള്ള മൊണോപ്പൊളി പ്രിവെന്റ് ചെയ്യുക, കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലോകളെ എന്താ പറയുക ആന്റി ട്രസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇൻ ദ ഡിജിറ്റൽ എക്കോണമി ടു ഫോക്കസ് ഓൺ റെഗുലേറ്റിംഗ് പവർഫുൾ ടെക് പ്ലാറ്റ്ഫോം. പവർഫുൾ ആയിട്ടുള്ള ടെക് പ്ലാറ്റ്ഫോമിനെ റെഗുലേറ്റ് ചെയ്യുക, എൻഷുറിംഗ് ഫെയർ പ്രാക്ടീസ്, അതിലൂടെ ഫെയർ പ്രാക്ടീസ് എൻഷുർ ചെയ്യുക എന്നുള്ളതിന്റെ രീതിയിലാണ് ആന്റി ട്രസ്റ്റ് ലെജിസ്ലേഷൻ ഉണ്ടാക്കിയിട്ട്. ഡിജിറ്റൽ പൈറസി. ഡിജിറ്റൽ പൈറസി is ഇല്ലീഗൽ കോപ്പിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിജിറ്റൽ കണ്ടന്റ് സച്ച് ആസ് മൂവി, സോഫ്റ്റ്വെയർ ആൻഡ് ഓർ മ്യൂസിക്. നമ്മൾ ഇല്ലീഗൽ ആയിട്ട് കാര്യങ്ങൾ ഒരു ഡിജിറ്റൽ കണ്ടന്റ് എന്തെയാണ് കോപ്പി ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിജിറ്റൽ പൈറസി എന്ന് നമ്മൾ പറയും. നമ്മൾ ഒരു സിനിമ കാണാൻ പോയി അവിടുന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ ടെലഗ്രാമിലൂടെ എടുത്താൽ അത് ഡിജിറ്റൽ പൈറസി ആണ്. ഇത് ഭയങ്കര കേസുള്ള ഒരു കാര്യം കൂടിയാണ്. ഇറ്റ് വയലേറ്റ് കോപ്പിറൈറ്റ് ലോ. ഇത് കോപ്പിറൈറ്റ് ലോനെ വയലേറ്റ് ചെയ്യുന്നത്. ആൻഡ് കോസസ് ഫിനാൻഷ്യൽ ലോസ് ടു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് ബിസിനസ്സസ്. ഇത് ബിസിനസ്സേഴ്സിനും ക്രിയേറ്റേഴ്സിനും എന്ത് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കുന്നുണ്ട്. ട്രേഡ് മാർക്ക്. A trademark is a symbol, word or phrase legally registered to represent company or product. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലീഗലി ആയിട്ട് രജിസ്റ്റർ ചെയ്യാണ്. അതിന്റെ സിംബല്, അതിന്റെ എംബ്ലം, അതിന്റെ പേര്, അതിന്റെ ഫ്രൈസ്, ഇത് ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ട്രേഡ് മാർക്ക് എന്ന് പറയാം. ഇറ്റ് പ്രൊട്ടക്ട് ബ്രാൻഡ് ഐഡന്റിറ്റി. നമ്മളെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യും. ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് എടുത്ത് ട്രേഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പേരിട്ട് അത് ട്രേഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ പേര് പിന്നെ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് പ്രിവെന്റ് അതർ ബിസിനസ്സസ് ഫ്രം യൂസിങ് സിമിലർ മാർക്സ്.
സിമിലർ ആയിട്ടുള്ള മാർക്ക് യൂസ് ചെയ്യുന്നത് അതിന് തടസ്സമുണ്ട്. ദാറ്റ് കുഡ് കോസ് കൺഫ്യൂഷൻ, അത് കൺഫ്യൂഷനിലേക്ക് നയിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഈ 4th മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.